1917 ഒക്ടോബർ മാസം 15-ാം തീയതി നേരം പതുക്കെ പുലർന്നു വരുന്നതേ ഉള്ളൂ. വളരെ തണുത്ത ഒരു പ്രഭാതമാണത്. അവിടെ ഒരു വധശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ്. മരണത്തിലേക്ക് നടന്നു പോകാൻ വേണ്ടി ഒരു സ്ത്രീ അവിടെ എത്തിച്ചേരുന്നു. നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുക വധശിക്ഷ കാത്തു നിൽക്കുന്ന ഒരാൾ വളരെ സങ്കടത്തിലായിരിക്കും എന്നാണ്. എന്നാൽ ഈ സ്ത്രീ അങ്ങനെ ആയിരുന്നില്ല. വളരെ മനോഹരമായിട്ടുള്ള ഒരു വസ്ത്രമാണ് അവർ ധരിച്ചിരിക്കുന്നത്. മരണത്തെ മുഖാമുഖം കാണാൻ പോകുന്ന ഒരാളുടെ യാതൊരു വിധത്തിലുള്ള ഭയവും അവരുടെ മുഖത്ത് ആർക്കും കാണാൻ സാധിച്ചില്ല. വളരെ ശാന്തമായിട്ട് അവരവിടെ വന്നു നിന്നു. അവർക്ക് നേരെ തങ്ങളുടെ തോക്കുകൾ ചൂണ്ടി കൃത്യം 12 സൈനികർ അവിടെ നിൽക്കുന്നുണ്ട്. വധശിക്ഷയ്ക്ക് മുൻപായിട്ട് ആ സ്ത്രീയുടെ കണ്ണുകൾ കെട്ടാൻ വേണ്ടി ഉദ്യോഗസ്ഥര് അവരുടെ അടുത്തേക്ക് വന്നു. പക്ഷെ ആ സ്ത്രീ അതിന് തയ്യാറായില്ല. തന്റെ കണ്ണുകൾ കെട്ടാൻ അവർ തീർത്തും വിസമ്മതിച്ചു. ഇരുട്ടിലേക്ക് നോക്കി മരിക്കാൻ അവർക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവർ ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു. തനിക്ക് നേരെ വെടിയുതിർക്കാൻ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ആ 12 സൈനികർക്ക് നേരെ നോക്കി അവരൊരു ചുംബനം എറിഞ്ഞു കൊടുത്തു. മരണത്തിന് മുൻപിൽ നിന്നുകൊണ്ടുള്ള ഒരു ധീരമായിട്ടുള്ള ചുംബനം. ആരാണ് ഈ സ്ത്രീ എന്ന് നിങ്ങൾക്കിപ്പോൾ സംശയമുണ്ടാകും. ഒരുപക്ഷെ പലരും വിചാരിക്കുന്നത് ഇവർ വെറും ഒരു സാധാരണ നർത്തകി മാത്രമാണ് എന്നായിരിക്കും. എന്നാൽ അതല്ല സത്യം. ഇവർ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള ഒരു ചാരവനിതയാണ്. ഇവരുടെ പേരാണ് മാതാ ഹാരി. ആരാണ് ശരിക്കും ഈ മാതാ ഹാരി? അവർ എങ്ങനെയാണ് അവിടെ തോക്കുകൾക്ക് മുന്നിൽ വന്നു നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എത്തിയത്? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ അവരുടെ കഥ അന്വേഷിക്കാൻ തുടങ്ങുന്നത്. ഈ മാതാ ഹാരി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേകത തോന്നും, അല്ലെ? പക്ഷേ സത്യത്തിൽ ഇതല്ല അവരുടെ യഥാർത്ഥ പേര് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവരുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് മാർഗരീറ്റ എന്നാണ്. 1876 ഓഗസ്റ്റ് 7-നാണ് ഹോളണ്ടിൽ മാർഗരീറ്റ ജനിക്കുന്നത്. ജനിച്ച സമയത്ത് ഒരു കുറവുമില്ലാത്ത വളരെ നല്ലൊരു ജീവിതമായിരുന്നു മാർഗരീറ്റയ്ക്ക് ഉണ്ടായിരുന്നത്. വളരെ സമ്പന്നമായിട്ടുള്ള ഒരു ബാല്യകാലമാണ് അവർക്ക് ലഭിച്ചത്. അവരുടെ അച്ഛൻ വലിയൊരു എണ്ണ വ്യാപാരിയായിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന് വളരെ വലിയ ഒരു തൊപ്പിക്കടയും സ്വന്തമായിട്ട് അന്നുണ്ടായിരുന്നു. അത്രമാത്രം കാശുകാരനായതുകൊണ്ട് തന്നെ നാട്ടുകാർക്കിടയിൽ അദ്ദേഹം ബാരൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മാർഗരീറ്റയുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വലിയ ആഡംബരം നിറഞ്ഞ ഒന്നായിരുന്നു. അവർക്ക് ഒരു കാര്യത്തിനും വേണ്ടി ആഗ്രഹിക്കേണ്ടി വന്നിട്ടില്ല. ചോദിക്കുന്നതിന് മുമ്പ് എല്ലാം അവരുടെ മുന്നിൽ എത്തുമായിരുന്നു. പക്ഷേ ഈ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. മാർഗരീറ്റയ്ക്ക് 13 വയസ്സുള്ള സമയത്ത് അവരുടെ ജീവിതം ആകെ മാറി മറിഞ്ഞു. ബോർസിൽ അവരുടെ അച്ഛന് വലിയ നഷ്ടം സംഭവിക്കുകയും അദ്ദേഹം പൂർണ്ണമായിട്ടും പാപ്പരാവുകയും ചെയ്തു. സമ്പത്തിന്റെ നടുവിൽ ജീവിച്ചിരുന്ന ആ കുടുംബം പെട്ടെന്ന് തകർന്നു വീഴുകയായിരുന്നു. പ്രശ്നങ്ങൾ അവിടെ കൊണ്ടും തീർന്നില്ല. സാമ്പത്തിക തകർച്ചയ്ക്ക് പിന്നാലെ മാർഗരീറ്റയുടെ അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞു. ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം കുടുംബം തകരുന്നത് മാർഗരീറ്റയ്ക്ക് നിസ്സഹായമായിട്ട് നോക്കി നിൽക്കേണ്ടി വന്നു. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് കൃത്യം 2 വർഷത്തിനുള്ളിൽ അവരുടെ അമ്മ മരിക്കുകയും ചെയ്തു. സമ്പന്നമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് പെട്ടെന്നുള്ള വലിയൊരു തകർച്ചയാണ് അവരുടെ ജീവിതത്തിൽ അവിടെ സംഭവിച്ചത്. എന്ത് സംഭവിച്ചു ഇവൾക്ക് എന്ന് നമ്മൾ ശരിക്കും ചിന്തിച്ചു പോകുന്ന ഒരു വലിയ തകർച്ചയാണ് അവിടെ നടന്നത്. അമ്മ കൂടി മരിച്ചതോടെ ആ കൊച്ചു പെൺകുട്ടി ഈ ലോകത്ത് തീർത്തും ഒറ്റപ്പെട്ടു പോയി. സ്വന്തമായി വേറെ ആരുമില്ലാത്ത ഒരു ദയനീയ അവസ്ഥ. പിന്നെ അവൾക്ക് അവിടെ പോകാൻ ഒരിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവളുടെ അമ്മാവൻ്റെ അടുത്തേക്കാണ്. അമ്മാവൻ്റെ അടുത്തേക്ക് പോയ മാർഗരീറ്റയെ അദ്ദേഹം അവിടെയുള്ള പുതിയ ഒരു സ്കൂളിൽ പഠിക്കാൻ വേണ്ടി ചേർത്തു. പഴയ സങ്കടങ്ങളൊക്കെ മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാം എന്ന് വിചാരിച്ച ആ പെൺകുട്ടിക്ക് അവിടെയും വലിയൊരു ബുദ്ധിമുട്ടാണ് കാത്തിരുന്നത്. വിദ്യാഭ്യാസം കിട്ടേണ്ട ആ സ്കൂളിലെ ഹെഡ് മാസ്റ്ററിൽ നിന്ന് മാർഗരീറ്റയ്ക്ക് മോശമായിട്ടുള്ള രീതിയിലുള്ള ലൈംഗിക അതിക്രമവും ഉപദ്രവവും നേരിടേണ്ടി വന്നു. തനിക്ക് സംരക്ഷണം തരേണ്ട ആളുകളിൽ നിന്ന് തന്നെ ഉണ്ടായ ഈ ഒരു സംഭവം ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഈ ലോകം ഒരിക്കലും സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടമല്ല എന്ന് മാർഗരീറ്റ സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നത് ആ ഒരു നിമിഷത്തിലാണ്. തനിക്ക് ചുറ്റുമുള്ള ലോകം വളരെ ക്രൂരമാണ് എന്നും ഈ ലോകത്ത് ജീവിച്ചു പോകണമെങ്കിൽ എന്തിനും തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥ വേണമെന്നും അവൾക്ക് ശരിക്കും മനസ്സിലായി. ഇനി തന്നെ ആരും സഹായിക്കാൻ വരില്ല എന്ന വലിയ സത്യം അവൾ അന്ന് ഉൾക്കൊണ്ടു. ആ ഒരു ചിന്തയുടെ വിത്ത് അവളുടെ മനസ്സിൽ ആദ്യമായിട്ട് വീഴുന്നത് ആ സ്കൂളിൽ വെച്ചാണ്. അവിടെ നിന്ന് അങ്ങോട്ട് മാർഗരീറ്റ എന്ന പെൺകുട്ടിയുടെ ജീവിതം തികച്ചും മറ്റൊരു രീതിയിലേക്ക് മാറുകയായിരുന്നു. എല്ലാ അർത്ഥത്തിലും വലിയ സങ്കടങ്ങളിൽ നിന്ന് അവൾ പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു. ജീവിതത്തിലുണ്ടായ ഈ വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന് മാർഗരീറ്റ വല്ലാതെ ആഗ്രഹിച്ചു. ദാരിദ്ര്യത്തിൽ നിന്നും ഈ കഷ്ടപ്പാടുകളിൽ നിന്നും പുറത്തു കടക്കാൻ അവൾ എപ്പോഴും ഒരു വഴി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ 1895 പത്രത്തിൽ അവളൊരു പരസ്യം കണ്ടു. ഡച്ച് ഈസ്റ്റ് ഇൻഡീസിലെ, അതായത് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഇന്തോനേഷ്യയിലെ ഒരു ഓഫീസർ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് കാണിച്ചു കൊടുത്ത ഒരു പരസ്യമായിരുന്നു അത്. റുഡോൾഫ് എന്നായിരുന്നു അയാളുടെ പേര്.
മാർഗരേറ്റയേക്കാൾ 20 വയസ്സ് കൂടുതൽ പ്രായമുണ്ടായിരുന്ന അയാൾക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു അച്ഛന്റെ പ്രായം. പക്ഷേ പ്രായമൊന്നും അവൾ അപ്പോൾ നോക്കിയില്ല. ഈ ദാരിദ്ര്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം വെറും 18 വയസ്സുള്ള മാർഗരേറ്റ ആ റുഡോൾഫിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഈ വിവാഹം എല്ലാം ശരിയാക്കും എന്ന് അവൾ വിശ്വസിച്ചു. പക്ഷേ അവളുടെ ആ പ്രതീക്ഷ മുഴുവൻ വെറുതെയായി. റുഡോൾഫ് വലിയൊരു മദ്യപാനിയും അതിലുപരി വലിയൊരു അക്രമകാരിയുമായിരുന്നു എന്ന് അവരെ വിവാഹത്തിന് ശേഷമാണ് നേരിട്ട് അറിയുന്നത്. അവിടെ മാർഗരേറ്റയുടെ ജീവിതം വീണ്ടും ദുരിതത്തിലായി. ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ട് രക്ഷപ്പെടാൻ വേണ്ടി അവൾ തിരഞ്ഞെടുത്ത ആ ഒരു വിവാഹം ശരിക്കും പുതിയൊരു വഞ്ചനയായിട്ട് മാറുകയായിരുന്നു. കഷ്ടപ്പാടുകളിൽ നിന്നുള്ള രക്ഷപ്പെടൽ വീണ്ടും അവൾക്ക് വലിയൊരു കെണിയായിട്ട് മാറുകയായിരുന്നു അവിടെ. അങ്ങനെ ഭർത്താവിന്റെ കൂടെ ഇന്തോനേഷ്യയിലെത്തി അവർ തങ്ങളുടെ കൊളോണിയൽ ജീവിതം പതുക്കെ ആരംഭിച്ചു. ആ കൊളോണിയൽ കുടുംബ ജീവിതത്തിന് ഇടയിൽ അവർക്ക് ആദ്യമായിട്ട് ഒരു മകൻ ജനിച്ചു. നോർമാൻ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. പിന്നീട് അവർക്ക് ലൂയിസ് എന്ന പേരുള്ള ഒരു മകൾ കൂടി ജനിച്ചു. ഈ സന്തോഷങ്ങൾക്കിടയിലാണ് അവരുടെ ജീവിതത്തിൽ വീണ്ടും ഒരു ദുരന്തം സംഭവിക്കുന്നത്. നോർമാൻ എന്ന ആ കൊച്ചുമകൻ വളരെ ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മരിച്ചുപോയി. അവരുടെ വീട്ടിലെ വേലക്കാരെ ആ കുട്ടിക്ക് വിഷം കൊടുത്തു കൊന്നതാണ് എന്നാണ് അന്ന് അവിടെ പറയപ്പെട്ടിരുന്നത്. ഒരു അമ്മ എന്ന നിലയിൽ അതൊരു വലിയ ആഘാതമായിരുന്നു മാർഗരേറ്റയ്ക്ക്. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ വലിയ സങ്കടം അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഈ പ്രശ്നങ്ങൾക്കും വലിയ സങ്കടങ്ങൾക്കുമിടയിൽ മനസ്സിനൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി മാർഗരേറ്റ പുതിയൊരു കാര്യം പഠിക്കാൻ തുടങ്ങിയിരുന്നു. അവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള ജാപ്പനീസ് ബുദ്ധ നൃത്ത രീതികളായിരുന്നു അത്. ഇന്തോനേഷ്യയിലെ ആ വ്യത്യസ്തമായിട്ടുള്ള നൃത്ത രീതികൾ അവളെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ജീവിതത്തിലെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ആ നൃത്തത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നൃത്തം അവൾക്ക് ഒരു വലിയ ആശ്വാസമായിട്ട് മാറി. പക്ഷേ മകന്റെ ആ ദുരൂഹ മരണം അവളുടെ ജീവിതത്തിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് എപ്പോഴും അവശേഷിച്ചിരുന്നു. ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത് എന്ന ആ മകന്റെ മരണരഹസ്യം അവർക്ക് എപ്പോഴും വലിയൊരു സങ്കടമായിട്ട് തന്നെ ബാക്കി നിന്നു. ഇതൊന്നും പോരാതെ 1902 ഭർത്താവ് റുഡോൾഫ് മാർഗരേറ്റയെ നിയമപരമായിട്ട് വിവാഹമോചനം ചെയ്തു. അത്രയും വലിയ സങ്കടം പോരാതെ അവരുടെ മകളെ അദ്ദേഹം അവർക്ക് കൊടുക്കാതെ എടുത്തു മാറ്റുകയും ചെയ്തു. അതോടെ മാർഗരേറ്റ ഈ ലോകത്ത് അക്ഷരാർത്ഥത്തിൽ തെരുവിൽ ഒറ്റക്കായി എന്ന് പറയാം. ഭർത്താവില്ല, മക്കളില്ല, ജീവിക്കാൻ കയ്യിൽ കാശില്ല. അവർക്ക് മുന്നിൽ വേറെ വഴികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു അനാഥയെ പോലെ ആരും സഹായിക്കാനില്ലാത്ത ആ ഒരു അവസ്ഥയിൽ അവിടെ നിന്ന് അവർ നേരെ പാരീസിലേക്ക് ഒളിച്ചോടി. പാരീസിലേക്ക് പലായനം ചെയ്ത അവിടെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു നോക്കി. തുടക്കത്തിൽ ജീവിക്കാൻ വേണ്ടി അവർ മോഡലിംഗ് ഒക്കെ ചെയ്തു നോക്കി. പക്ഷേ അതൊക്കെ വളരെ വലിയ പരാജയത്തിലാണ് അവസാനിച്ചത്. ജീവിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലാതെ വന്നപ്പോൾ അവർ പുതിയൊരു പ്ലാന് കണ്ടെത്തി. സ്വന്തമായിട്ട് ഒരു കള്ളക്കഥ ചമക്കാൻ അവർ അവിടെ വെച്ച് തീരുമാനിച്ചു. ഇന്ത്യയിലെ വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു പുരോഹിത നർത്തകിയുടെ മകളാണ് താനെന്ന് അവർ അവിടെയുള്ള എല്ലാവരോടും വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു വരുത്തി. ആ കഥ ജനങ്ങളെ വിശ്വസിക്കാൻ വേണ്ടി തൻ്റെ മാർഗരീറ്റ എന്ന പഴയ പേര് മാറ്റിയിട്ട് അവർ പുതിയൊരു പേര് സ്വീകരിച്ചു. ആ പേരാണ് മാതാഹാരി. ഈ പേരിന്റെ അർത്ഥം സൂര്യൻ അല്ലെങ്കിൽ സൂര്യന്റെ കണ്ണ് എന്നാണ്. സ്വന്തം ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർ പറഞ്ഞ ആ ഒരു വലിയ നുണയിലൂടെ മാതാഹാരി എന്ന തികച്ചും പുതിയൊരു വ്യക്തിത്വം അവിടെ ജനിക്കുകയായിരുന്നു. പഴയ മാർഗരീറ്റ അവിടെ അവസാനിക്കുകയും ഒരു നുണ കൊണ്ട് അവർ മാതാഹാരിയായിട്ട് പുതുതായിട്ട് പുനർജനിക്കുകയും ആയിരുന്നു അവിടെ. മാതാഹാരി എന്ന ഈ പുതിയ പേരും അവർ സ്വന്തമായി ഉണ്ടാക്കിയ ഈ പുതിയ കള്ളക്കഥയും പാരീസിലെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. 1905 മാർച്ച് മാസം 13 മ്യൂസിക് ഗുയിമയിൽ വെച്ച് അവർ തൻ്റെ ആദ്യത്തെ പ്രകടനം ഗംഭീരമായിട്ട് നടത്തി. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകടനമായതുകൊണ്ട് തൻ്റെ ശരീരത്തിലെ വസ്ത്രം ഊരിക്കൊണ്ടുള്ള ഒരു പൗരസ്ത്യ നൃത്തം ആയിരുന്നു അവർ അവിടെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. യൂറോപ്പിലെ ആളുകൾക്ക് ഇത് വളരെ പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. യൂറോപ്യൻ വരേണ്യവർഗം, അതായത് അവിടുത്തെ ഏറ്റവും കാശുകാരും ഉന്നതരുമായിട്ടുള്ള ആളുകൾ ഈ നൃത്തത്തെ വളരെ വലിയൊരു കലയായിട്ട് കണ്ട് ആരാധിക്കാൻ തുടങ്ങി. മാതാഹാരി എന്ന പേര് പാരീസിനെ ആകെ വല്ലാതെ ഭ്രമിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. വളരെ പെട്ടെന്ന് തന്നെ അവരുടെ പ്രശസ്തി പാരീസ് നഗരം കടന്ന് മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. മാഡ്രിഡ്, മിലാൻ, വിയന്ന തുടങ്ങിയ മറ്റു വലിയ നഗരങ്ങളിലേക്കെല്ലാം മാതാഹാരിയുടെ പേര് വളരെ പെട്ടെന്ന് പറന്നെത്തി. ആളുകൾ അവരെ കാണാൻ വേണ്ടി മാത്രം കാത്തുനിന്നു. അങ്ങനെ അവർ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയൊരു താരമായിട്ട് മാറുകയാണ്. പണവും പ്രശസ്തിയും എല്ലാം അവരെ തേടിയെത്തി. ഒരു കാലത്ത് തെരുവിൽ ഒറ്റപ്പെട്ടു പോയ ആ സ്ത്രീ ഇപ്പോൾ പ്രശസ്തിയുടെ ഏറ്റവും മുകളിൽ എത്തി നിൽക്കുകയാണ്. എന്നാൽ ഈ പ്രശസ്തി തന്നെ അവരെ വലിയൊരു കെണിയിലേക്ക് നയിക്കും എന്ന് അവരപ്പോൾ ഒട്ടും അറിഞ്ഞിരുന്നില്ല. താൻ ഉണ്ടാക്കിയെടുത്ത ഈ വലിയ പ്രശസ്തി തന്നെയാണ് തൻ്റെ ജീവനെടുക്കാൻ പോകുന്ന ആ കെണി എന്ന് അവർക്ക് അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പ്രശസ്തിയുടെ മുകളിൽ നിൽക്കുന്ന ആ വലിയ സമയത്താണ് ലോകത്തിന്റെ തലവര മാറ്റിയ ആ വലിയ സംഭവം നടക്കുന്നത്. 1914 ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു.
ഈ യുദ്ധം ലോകത്തിന്റെ പല ഭാഗത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ പോലെ മാതാഹാരിയുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കി. യുദ്ധം തുടങ്ങുന്ന സമയത്ത് അവർക്ക് ജർമ്മനിയിലെ ബെർലിനിൽ കുറെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഒരു വിദേശി ആയതുകൊണ്ട് ജർമ്മൻ സർക്കാർ അവരുടെ സ്വത്തുക്കൾ മുഴുവൻ കണ്ടുകെട്ടി. വളരെ പെട്ടെന്ന് അവർക്ക് അവരുടെ സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടു. മാതാഹാരിയുടെ കയ്യിലുണ്ടായിരുന്നത് ഹോളണ്ടിന്റെ പാസ്പോർട്ട് ആയിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഹോളണ്ട് ഒരു നിഷ്പക്ഷ രാജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡച്ച് പാസ്പോർട്ട് വെച്ച് മാതാഹാരിക്ക് യൂറോപ്പിൽ എവിടെയും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നു. യുദ്ധത്തിന് മുൻപും ഈ സ്വാതന്ത്ര്യം വെച്ച് അവരെ പല രാജ്യങ്ങളിലെയും സൈനിക ഉദ്യോഗസ്ഥരുമായിട്ടും രാഷ്ട്രീയക്കാരുമായിട്ടും ഇടപഴകുകയും അവരിൽ നിന്ന് പല വിവരങ്ങളും അറിയുകയും ചെയ്തിരുന്നു. രാജ്യസ്നേഹം കൊണ്ടോ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൊണ്ടോ ആയിരുന്നില്ല, മറിച്ച് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് പണമുണ്ടാക്കാനായിരുന്നു അവർക്ക് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത്. ഈ ഒരു ദയനീയ സാഹചര്യത്തിലാണ് ആംസ്റ്റർഡാമിലെ ജർമ്മൻ കോൺസുലായിട്ടുള്ള കാൾ അവരെ വന്നിട്ട് സമീപിക്കുന്നത്. അയാൾ അവിടെ രഹസ്യമായിട്ട് വലിയൊരു ചാരശൃംഖല തന്നെ നടത്തിയിരുന്നു. അയാൾ അവൾക്ക് മുന്നിൽ വലിയൊരു ഓഫർ വെച്ചു. അവർക്ക് വലിയൊരു തുക പണം വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരെ ജർമ്മൻ സൈന്യത്തിന് വേണ്ടി ചാരവത്തേക്ക് അയാൾ റിക്രൂട്ട് ചെയ്തു. അവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ മാതാഹാരിക്ക് അവർ H-21 എന്നൊരു കോഡ് നാമം കൊടുത്തു. ഈ ഓഫർ അവർ സ്വീകരിച്ചു. അങ്ങനെ ഏകദേശം 2 വർഷത്തോളം അവർ ജർമ്മൻ ഇന്റലിജൻസുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു. പണത്തിന് വേണ്ടി അവരെടുത്ത ഈ തീരുമാനത്തിന് പിന്നിൽ സത്യത്തിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. യുദ്ധം അതിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയം. കൃത്യമായിട്ട് പറഞ്ഞാൽ 1916 മാതാഹാരി ഒരു റഷ്യൻ ഓഫീസറുമായിട്ട് കടുത്ത പ്രണയത്തിലായി. വ്ളാഡിമിർ എന്നായിരുന്നു ആ റഷ്യൻ ഓഫീസറുടെ പേര്. യുദ്ധത്തിന് ഇടയിൽ വ്ളാഡിമിറിനെ പരിക്കേൽക്കുകയും അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരു സമയത്ത് ഫ്രഞ്ച് ഇന്റലിജൻസ് മേധാവിയായിട്ടുള്ള ലാഡു മാതാഹാരിക്ക് ജർമ്മൻ സൈന്യവുമായിട്ടുള്ള ബന്ധം രഹസ്യമായിട്ട് മനസ്സിലാക്കി. എല്ലാം അറിഞ്ഞതിനു ശേഷം ലാഡു നേരെ മാതാഹാരിയുടെ അടുത്ത് വന്ന് മറ്റൊരു ഓഫർ വെച്ചു. ഫ്രാൻസിന് വേണ്ടി രഹസ്യമായിട്ട് ചാരപ്പണി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് 10 ലക്ഷം ഫ്രാങ്ക്, അതായത് 1 മില്യൺ ഫ്രാങ്ക് നൽകാമെന്ന് ലാഡു വാഗ്ദാനം ചെയ്തു. സ്വന്തം കാമുകനായിട്ടുള്ള വ്ളാഡിമിറിന്റെ ചികിത്സക്കും മറ്റും പണം വേണം എന്നുള്ളത് കൊണ്ട് ഈ ഓഫറിലെ വലിയ തുക കണ്ട് മാതാഹാരി വേറെ ഒന്നും ചിന്തിക്കാതെ അത് സമ്മതിക്കുകയും ചെയ്തു. അതോടെ അവർ ഫ്രാൻസിനും ജർമ്മനിക്കും വേണ്ടി ഒരേ സമയം രഹസ്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഇരട്ട ചാരവനിതയായിട്ട് മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ പരസ്പരം പോരടിക്കുന്ന ഇരു ശത്രുക്കൾക്കുമായിട്ട് ഒരേ സമയം പണിയെടുക്കുന്നത് എത്രത്തോളം അപകടകരമാണ് എന്ന് അവർ ഒരുപക്ഷെ അപ്പോൾ ചിന്തിച്ചു കാണില്ല. 2 രാജ്യങ്ങളെയും അവിടുത്തെ വലിയ ഉദ്യോഗസ്ഥരെയും ഒരേ സമയം കൈകാര്യം ചെയ്യുക എന്നത് ജീവൻ തന്നെ പോകാൻ സാധ്യതയുള്ള വലിയൊരു റിസ്ക് ആയിരുന്നു. ആ വലിയ കെണിയിലേക്കാണ് അവർ സ്വന്തം ഇഷ്ടപ്രകാരം നടന്നു കയറിയത്. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും മാതാഹാരി വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ ചാരവനിത ആയിരുന്നു എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അവൾ എത്രത്തോളം അപകടകാരി ആയിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ജർമ്മനിയുടെ വളരെ രഹസ്യമായിട്ടുള്ള അന്തർവാഹിനി കോഡ് ചോർത്തി കൊടുത്തു എന്നും അതുപോലെ തന്നെ യുദ്ധ പദ്ധതികളെ ശത്രുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്നുമൊക്കെ വളരെ വലിയ ആരോപണങ്ങൾ അവർക്ക് നേരെ അന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ചില ചരിത്രകാരന്മാരും ആ കാലത്ത് ജീവിച്ചിരുന്നവരും പറയുന്നത് വേറൊരു കാര്യമാണ്. മാതാഹാരി ഒരിക്കലും ചരിത്രം പറയപ്പെടുന്നത് പോലെ അത്ര ഗൗരവമുള്ള ഒരു ചാരവനിത ആയിരുന്നില്ല എന്നും അവർ യുദ്ധത്തിൽ കാര്യമായിട്ടുള്ള സ്വാധീനമോ രഹസ്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുമാണ് ഇവർ വാദിക്കുന്നത്. അന്ന് അവിടെ പല ഉദ്യോഗസ്ഥരും അവരെ പല രീതിയിൽ വെറുതെ ചൂഷണം ചെയ്യുകയായിരുന്നു. സത്യത്തിൽ അവരെ എളുപ്പത്തിൽ പറ്റിക്കാൻ കഴിയുന്ന ഒരു നിഷ്കളങ്കയായിട്ടുള്ള സ്ത്രീ ആയിരുന്നു എന്നും ഈ രാജ്യങ്ങൾ അവരെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെറുതെ ഉപയോഗിക്കായിരുന്നു എന്നുമാണ് ഈ ചരിത്രകാരന്മാരെല്ലാവരും വിലയിരുത്തുന്നത്. ഇത് ഈ കഥയിലെ ഏറ്റവും വലിയ ദുരൂഹതയാണ്. അവർ ശരിക്കും വലിയൊരു പ്ലാനുള്ള അപകടകാരിയായിട്ടുള്ള ചാരവനിത ആയിരുന്നു, അതോ ഇവരുടെയൊക്കെ കളിയിലെ വെറുമൊരു ഇരയായിരുന്നു? ഈ ഒരു ചോദ്യം ഇന്നും ചരിത്രത്തിൽ ബാക്കിയാകുന്നുണ്ട്. ഈ 2 രാജ്യങ്ങൾക്കും വേണ്ടി അവർ ഒരേ സമയം രഹസ്യമായിട്ട് ചെയ്യുന്ന ഈ ചാരപ്പണി അധികകാലം മുന്നോട്ട് പോയില്ല. 1916 അവസാനത്തോടെ മാഡ്രിഡിൽ വെച്ചിട്ട് വോൺ കാലെ എന്ന ജർമ്മൻ ഉദ്യോഗസ്ഥനെ അവർ കണ്ടുമുട്ടി. ഈ ഉദ്യോഗസ്ഥന് മാതാഹാരിയുടെ ഈ ഇരട്ട കളിയിൽ വളരെ പെട്ടെന്ന് തന്നെ വലിയ സംശയം തോന്നി. അവർ തങ്ങളെ പറ്റിച്ച് ഫ്രാൻസിനും വിവരങ്ങൾ രഹസ്യമായിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് അയാൾ വല്ലാതെ സംശയിച്ചു. ഇത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വോൺ കാലെ ഒരു വലിയ കെണി അവൾക്കായിട്ട് ഒരുക്കി. ഫ്രഞ്ചുകാർക്ക് വളരെ എളുപ്പത്തിൽ പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള, അതായത് വളരെ പെട്ടെന്ന് തന്നെ ചോർത്താൻ കഴിയുന്ന ഒരു കോഡ് സന്ദേശം അയാൾ തികച്ചും ബോധപൂർവം മാതാഹാരിയുടെ കയ്യിൽ കൈമാറി. ഇത് ശരിക്കും ഫ്രഞ്ചുകാർക്ക് മാതാഹാരിയെ പിടിക്കാൻ വേണ്ടി ജർമ്മനി മനഃപൂർവ്വം ഒരുക്കിയ ഒരു വലിയ ട്രാപ്പായിരുന്നു. ഇതിൽ അപകടമൊന്നും അറിയാതെ മാതാഹാരി ഈ കോഡ് സന്ദേശം കൊണ്ടുപോയിട്ട് ഫ്രഞ്ചുകാർക്ക് കൈമാറി എന്നതാണ്. അതോടെ അവർ സ്വയം ആ വലിയ കെണിയിൽ പോയി കുടുങ്ങി. മാതാഹാരി തങ്ങളെ ചതിക്കുന്ന ജർമ്മൻ ചാരവനിതയാണ് എന്ന് ഫ്രഞ്ചുകാർക്ക് യാതൊരു സംശയമില്ലാത്ത രീതിയിൽ തെളിവ് സഹിതം അന്ന് മനസ്സിലായി.
അങ്ങനെ 1917 ഫെബ്രുവരി മാസത്തിൽ ഫ്രഞ്ച് പോലീസ് പാരീസിലെ അവരുടെ അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ട് അവരെ അറസ്റ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് അവൾ തന്നെ തന്റെ ശവക്കുഴി തോണ്ടുകയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ ട്രാപ്പിൽ അവർ ശരിക്കും വീണുപോയി എന്നുള്ളതാണ്. മാതഹാരിയെ ഫ്രഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്ത ആ സമയത്ത് ഫ്രഞ്ച് സൈന്യം യുദ്ധത്തിൽ വളരെ വലിയ പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യുദ്ധത്തിലെ ഈ വലിയ പരാജയങ്ങൾക്ക് ജനങ്ങളോട് എന്തുത്തരം പറയും എന്ന് അറിയാതെ ഫ്രഞ്ച് സർക്കാർ വലിയ ബുദ്ധിമുട്ടിൽ ആവുകയാണ്. അപ്പോൾ അവർക്ക് ജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ ഒരു ബലിയാടിനെ അത്യാവശ്യമായിരുന്നു. ഫ്രഞ്ച് സർക്കാർ അവർക്കെതിരെ വളരെ വലിയ രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ നടത്തി. എന്നാൽ ഈ സമയത്ത് സ്വന്തം കാമുകനായിട്ടുള്ള വ്ളാഡിമിർ പോലും അവർക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയാൻ വന്നില്ല. അയാള് അവരിൽ നിന്ന് തീർത്തും അകലം പാലിച്ചു. അവസാനം അവരെ വെടിവെച്ച് കൊല്ലാൻ കോടതി വിധിച്ചു. ഷാറ്റോഡി വിൻസെൻസ് എന്ന സ്ഥലത്ത് വെച്ചാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ആ രംഗം അവിടെ സംഭവിക്കുന്നത്. തന്റെ നേരെ തോക്കു ചൂണ്ടി നിൽക്കുന്ന സൈനികർക്ക് നേരെ ഒരു ചുംബനം എറിഞ്ഞു നൽകിക്കൊണ്ട് വളരെ അന്തസ്സോടെയാണ് അവർ ആ മരണത്തെ നേരിട്ടത്. സൈനികരുടെ വെടിയേറ്റ് താഴെ വീണ അവരുടെ അടുത്തേക്ക് വന്ന ഒരു ഉദ്യോഗസ്ഥൻ തലയിലേക്ക് അവസാനം ഒരു വെടി കൂടി ഉതിർത്തു. അങ്ങനെയാണ് അവർ മരിക്കുന്നത്. വധശിക്ഷയ്ക്ക് ശേഷം അവരുടെ ശരീരം ഏറ്റെടുക്കാൻ കാമുകനോ സ്വന്തക്കാർ എന്ന് പറയാൻ മറ്റാരെങ്കിലുമോ അവിടെ വന്നില്ല. അതുകൊണ്ട് ആ ശരീരം ഒരു മെഡിക്കൽ കോളേജിനെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അവർ നൽകി. അവിടെ സൂക്ഷിച്ചിരുന്ന അവരുടെ തല 1970കളിൽ വളരെ ദുരൂഹമായിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായി. ആ തല എവിടെ പോയി എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. ഒരു കാലത്ത് തെരുവിൽ ഒറ്റപ്പെട്ടു പോയ ആ കൊച്ചു പെൺകുട്ടി ചരിത്രത്തിൽ അങ്ങനെ അവസാനിച്ചു. പിന്നീട് 1931ലും 1985ലും അവരെക്കുറിച്ച് സിനിമകൾ ഇറങ്ങിയിരുന്നു. ഇന്ന് ഹോളിവുഡ് സിനിമകളിലും ജെയിംസ് ബോണ്ട് സിനിമകളിലും ഒക്കെ കാണുന്ന സൗന്ദര്യം വെച്ച് ആളുകളെ മയക്കുന്ന ചാരവനിതാ പ്രതിരൂപങ്ങളുടെ മുഴുവൻ മാതാവായിട്ടാണ് ലോകം മുഴുവൻ അവരെ അറിയപ്പെടുന്നത്.